നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ ഒരു വർഷം തികഞ്ഞതേയുള്ളൂ. ഇതാ പഹൽഗാം മോഡലിൽ മുംബൈയിലൊരു ഭീകരാക്രമണം വീണ്ടും. 31 വയസ്സുകാരനായ സുബൈർ അൻസാർ എന്ന പ്രതി അവിടുത്തെ 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് നേരെയാണ് കത്തി ഉപയോഗിച്ച് കുത്തി. അതും മതം ചോദിച്ചതിന് ശേഷം. മതം ചോദിച്ച് ഇവർ രണ്ടുപേരും ഹിന്ദുക്കളാണ് എന്ന് ബോധ്യമായതിനു ശേഷമാണ് പ്രതി ഈ സുരക്ഷാ ജീവനക്കാർക്ക് നേരെ കത്തി ഉയർത്തിയത്. മഹാരാഷ്ട്ര ATS പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തുടർ അന്വേഷണത്തിൽ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഇയാൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ചില ആശയങ്ങളുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നും ഇയാൾ ട്രെയിനിങ് നേടിയെടുത്തിട്ടുണ്ട് എന്നുമാണ് ATSന് മനസ്സിലായിട്ടുള്ളത്. ഇയാളുടെ അടുത്ത ലക്ഷ്യം സിറിയയിലേക്ക് പോകുക എന്നതാണ്. മുംബൈയിലെ മീര റോഡ് പ്രദേശത്തെ ആക്രമണത്തെ തീവ്രവാദ സംഘടനയിലേക്ക് ചേരുന്നതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇയാൾ കണക്ക് കൂട്ടിയിരുന്നത്. അത്തരത്തിലാണ് പോലീസിന് ലഭിച്ച മറുപടി, ATSന് ലഭിച്ച മറുപടി. വർഷങ്ങളായിട്ട് അമേരിക്കയിൽ കഴിഞ്ഞിരുന്ന പ്രതി 2019 ഇന്ത്യയിലെത്തിയത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കി പലരും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ഇത് പഹൽഗാമിൻ്റെ തുടർച്ച തന്നെയാണ്. ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും പഹൽഗാം മോഡൽ ഭീകരാക്രമണത്തിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ജിഹാദ് വഴിയും വൈറ്റ് കോളർ ജിഹാദ് വഴിയും ആൾക്കാരെ സജ്ജീകരിച്ച് വച്ചിരിക്കുകയാണ് ഭീകരവാദികൾ. ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അടുത്ത സമയത്താണ് ട്രൈഅസറ്റോൺ ടെട്രാപ്രോക്സൈഡൊക്കെ കശ്മീരിലെ ശ്രീനഗറിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ രാജസ്ഥാനിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ കണ്ടെത്തുകയുണ്ടായി. വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരെ ഭീകരവാദികളാക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗ്യാങ് തന്നെ ഭാരതത്തിനകത്ത് പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇവരുടെ ഒരു ഭാഗമാണ് അന്ന് ചെങ്കോട്ടയിൽ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇവരുടെ സംഘങ്ങൾ എന്നുള്ളതാണ്. ഭാരതത്തിനകത്തുനിന്ന് പോലും ഈ ഭീകരവാദികൾ ഉണ്ട്. മുംബൈയിൽ ഈ ഭീകരാക്രമണം നടത്തിയത് അതിൻ്റെ സുരക്ഷയാണ്. നാളെ അതിൻ്റെ തുടർച്ചയാണ്. നാളെ കേരളത്തിലേക്കും ഇതെത്തും. കേരളത്തിലുള്ളവർ ലാഘവ ബുദ്ധിയോടുകൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ അത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞത്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ടുള്ള സംഭവങ്ങളെ ഒന്ന് ഇരുത്തി വിലയിരുത്തിയാൽ തീർച്ചയായിട്ടും മനസ്സിലാകും കേരളത്തിലേക്കാണ് അവരുടെ അടുത്ത ലക്ഷ്യമെന്ന്. കാരണം ഗുരുവായൂർ താമസത്തിന് എത്തിയത് ഐസിസ് റിക്രൂട്ട്മെൻറ്റ് അടക്കം നടത്തിയ പ്രതിയാണ്. വളരെ സുരക്ഷിതമായി പാഞ്ചജന്യം റെസ്റ്റ് ഹൗസിൽ അയാൾക്ക് താമസ സൗകര്യം കിട്ടി. അഹിന്ദുക്കൾക്ക് താമസിക്കുവാൻ പോലും കഴിയാത്ത ഈ ഇടത്തിലേക്കാണ് ഈ ഭീകരവാദിക്ക് താമസ സൗകര്യം കിട്ടിയത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ. ഏജൻസികൾ ഇയാളുടെ മൊബൈൽ ഫോണും, അതായത് ഇപ്പോൾ കണ്ടെത്തിയ ഈ പ്രതിയുടെ സുബൈർ അൻസാരിയുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും വീണ്ടും സെർച്ച് ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മുംബൈയുടെ പ്രാന്തപ്രദേശമായ മീര റോഡിലെ നയാനഗറിൽ പ്രതി അൻസാരി വഴി ചോദിക്കാനെന്ന വ്യാജേനയാണ് ഈ സുരക്ഷാ ജീവനക്കാരുടെ അടുത്തേക്ക് എത്തുന്നത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അവരോട് പല ചോദ്യങ്ങളും ഈ സുബൈർ അൻസാരി ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ കലീമ ചൊല്ലാൻ അറിയാമോ എന്ന് പ്രതി ചോദിക്കുകയും രാജ്കുമാർ മിശ്രയും സുബ്രത രമേശ് സെന്നും ഇയാളോട് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത ചോദ്യം ഹിന്ദുവാണോ നിങ്ങൾ എന്നാണ്. ഹിന്ദുവാണ് എന്ന് രമേശ് സെൻ മറുപടി പറഞ്ഞു. അതിനുശേഷം ഇയാൾ അവിടം വിട്ടുപോയി. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സുബ്രത രമേശ് സെന്നിൻ്റെ അടുത്തേക്ക് എത്തുകയും കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയാണ്. വളരെ സാരമായ രീതിയിലുള്ള പരിക്കുകളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സജീവമായ അന്വേഷണത്തിൽ പ്രതിക്ക് ഐസിസിലേക്ക് പോകാനുള്ളതാണ് എന്ന വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇത് ഒരു തുടർച്ചയായ ആക്രമണത്തിൻ്റെ ഒരു സൂചന തന്നെയാണ്. നേരത്തെ കേരളത്തിൽ നിന്നുള്ളൊരു ഭീകരവാദിയാണ് കേരളത്തിലെ ചില ഇടങ്ങളിലേക്ക്, അതായത് ഉത്സവം നടക്കുന്ന ഇടങ്ങളിലേക്കും പൊങ്കാലയും മറ്റാഘോഷ പരിപാടികളും നടക്കുന്ന ഇടങ്ങളിലേക്കുമൊക്കെ വൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കുകൾ കൊണ്ടുവന്ന് കയറ്റുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയത്. ഇയാൾ നേരത്തെ തന്നെ കൊല്ലപ്പെട്ടിരുന്നു. അങ്ങനെ കേരളത്തിനകത്തും ഭാരതത്തിലും വളരെ സജീവമായിട്ട് ഈ ഡിജിറ്റൽ ജിഹാദ്, അതോടൊപ്പം തന്നെ നർക്കോട്ടിക് ജിഹാദും ഏറ്റവും പ്രധാനമായും വൈറ്റ് കോളർ ജിഹാദും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഇത്. ഒരിക്കലും നമുക്ക് തള്ളിക്കളയുവാൻ കഴിയില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. കാരണം
കേരളത്തിൽ അടക്കം ഇവർ വല വിരിച്ചിട്ടുണ്ട്. ഇവർ നിർണായകമായ ചില ഓപ്പറേഷൻസുകൾ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ചില സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ വളരെ നിസ്സാരമായിട്ട് കണ്ട് നമ്മൾ പലപ്പോഴും അതിനെ തള്ളിക്കളയാറുണ്ട്. അതെല്ലാം തന്നെ ഓരോ കാര്യങ്ങളുടെയും സൂചനയാണ്. കേരളത്തിൽ ഭീകരവാദി വന്ന് തങ്ങിയിട്ട് പോവുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുവാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കാര്യം ചെയ്തത്. എന്നാൽ അതിന് വേണ്ടിയിട്ട് ഒരു രീതിയിലുമുള്ള അതെന്തിനാണ് എന്നോ അതിനുശേഷം ലക്ഷക്കണക്കിന് ഭക്തർ വന്ന് ആരാധന നടത്തി പോകുന്ന ഇടമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. ആ ഗുരുവായൂർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മുടെ കേരളത്തിലേക്ക് വരുമാനം നേടിത്തരുന്ന ക്ഷേത്രമാണ്. അവിടെ നടത്തുന്ന ഈ ഓപ്പറേഷൻ്റെ കാര്യത്തിൽ പോലും നമുക്ക് ശ്രദ്ധയില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. പഹൽഗാം മോഡൽ ഈ ആക്രമണവും ഓരോ വർഷവും ഈ പഹൽഗാം മോഡൽ ഭീകരാക്രമണം നടത്തുവാൻ തന്നെയാണ് ഇവർ പദ്ധതിയിട്ടിരിക്കുന്നത്. നേരത്തെ പോലെ വലിയ സ്ഫോടനങ്ങൾ നടത്തി ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുക എന്നതല്ല, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലുക എന്നതല്ല ഇവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ചെറിയ ഓപ്പറേഷൻസ് നടത്തി വിവിധ ഇടങ്ങളിൽ ഇത് വ്യാപിപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഭീകരവാദികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിലൂടെ ആൾക്കാരെ ഭയപ്പെടുത്തി നിർത്തുക. എന്തായാലും ഇവർക്ക് കുരുക്ക് മുറുകിക്കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.